നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ സാറേ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എനിക്കിതൊന്നും കാണണ്ട. എന്താ സാറേ, ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നെ കാണാൻ കൊള്ളില്ലേ? ഞാൻ സുന്ദരിയല്ലേ? പറയ സാറേ. നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത്? നീയേ രാക്ഷസിയാ, രാക്ഷസി. രാക്ഷസിയോ? സാർ എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നത്? എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? സാർ, സാർ എന്തിനാ എന്നോട് ഇങ്ങനെ അവജ്ഞയോടെ പെരുമാറുന്ന? എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു. ഞാൻ സ്നേഹത്തോടെ സാറിന്റെ മുന്നിലേക്ക് വന്നപ്പോ സാർ ആ സ്നേഹം തിരിച്ചറിയാതെ എന്നെ അവഗണിക്കുകയാണോ? ഞാൻ സാറിന്റെ ആരാ? സാറിന്റെ ഭാര്യയല്ലേ? ആ സ്നേഹവും പരിഗണനയും സാർ എനിക്ക് തരണം. നീ എന്റെ ഭാര്യ ആരാ പറഞ്ഞ? സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ സാറിന്റെ ഭാര്യയാണോ എന്ന സംശയം. അത് കൊള്ളാലോ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണോ നിന്റെ കഴുത്തിൽ താലി ഇട്ടത്? ആണോന്ന്? അല്ലല്ലോ. പിന്നെ ഇഷ്ടമല്ലാതെയാണോ എന്നെ വിവാഹം കഴിച്ചത്? അതെ, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ തന്നെയാ ഞാൻ നിന്നെ താലി ഇട്ടത്. അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ കതിർ മണ്ഡപത്തിൽ വെച്ച് പറയണമായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അതിന്റെ കാരണം നിനക്ക് അറിയാലോ. ഞാനത് ആവർത്തിക്കണോ? എന്റെ ചേട്ടന്റെ അഭിമാനം നീ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഈ ജന്മം നടക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തായാലും ശരി, വിപിൻ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഞാനിപ്പോ സാറിന്റെ ഭാര്യയാ. അങ്ങനെ നിനക്ക് വാദിക്കാം, പക്ഷേ അത് ഞാൻ അംഗീകരിച്ചു തരില്ല. ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യ പദവി നേടി, പക്ഷേ ആ പദവി എന്നും പദവിയായി തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. നമുക്കിടയിൽ ഒരിക്കലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവില്ലാന്ന്, ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഭാര്യ എന്ന അഹങ്കാരത്തോടെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കണ്ട. അങ്ങനെ വന്ന് നിന്ന ഇപ്പൊ ഈ സംസാരിച്ച പോലെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. പൊക്കോളെ എന്റെ മുന്നിൽ നിന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.